ഹലോ, അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചന്ദ്രക്കാരൻ മാങ്ങയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാങ്ങ, അവൈലബിൾ ആയിട്ടുള്ള മാങ്ങ ഏതാണോ അതെടുക്കാം. ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ശർക്കര. ഈ ശർക്കര എന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 minutes ആണ് എനിക്ക് വന്നിട്ടുള്ള കുക്കിംഗ് ടൈം. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ കുക്കിംഗ് ടൈമിൽ ഡിഫറൻസ് വന്നേക്കാം. ഇനി ഇതിലോട്ട് നാളികേരവും ജീരകവും കൂടി അരച്ചിട്ടുള്ള അരപ്പ് ഒഴിക്കണം. ഇതിൽ കുറേ പേര് നാളികേരത്തിൻ്റെ ഒപ്പം വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് അരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്കത് ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാണ്. പിന്നെ എൻ്റെ വീട്ടിലും അതങ്ങനെ യൂസ് ചെയ്യാറില്ല കറികളിൽ. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് നല്ല കട്ട തൈര് ലംസ് ഒന്നും ഇല്ലാണ്ട് ആഡ് ചെയ്യണം. ഇവിടെ കിട്ടുന്ന തൈര് നല്ല കട്ട തൈരാണ്, പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വയ്യാണ്ടാവും, കൈയെല്ലാം ഒരു മാതിരിയാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഉലുവ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉലുവയും കൂടെ പൊട്ടിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഉലുവയും കൂടെ മിക്സ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഇളക്കി വരണം. തിളയ്ക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോവും. അതായത് തൈരിൻ്റെ വഴിക്കും പോവും, നാളികേരത്തിൻ്റെ വഴിക്കും പോവും. കാണുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മളിത് കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമാണ് ഞാൻ ഇടുന്നത്. ഇതിലും കുറേ പേര് വന്നിട്ട് ഉള്ളി കാച്ചുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി ഞാൻ അങ്ങനെ കാച്ചാറില്ല, എൻ്റെ വീട്ടിലും അങ്ങനെ കാച്ചാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ കുക്കിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ആരും നിങ്ങളോട് നിർബന്ധിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് നിങ്ങൾ കുക്ക് ചെയ്യേണ്ടത്, അല്ലാണ്ട് വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാച്ചുക, അടച്ചു വയ്ക്കുക, കഴിക്കാറാകുമ്പോൾ എടുത്ത് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബൈ.